നമ്മുടെ മൂകാംബിക ട്രിപ്പ് ഉടുപ്പിയിലെത്തി നിൽക്കുകയാണ്. ഉടുപ്പിയിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് മുൻപൊരു വീഡിയോയിൽ ചെയ്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ നിങ്ങളൊന്ന് കണ്ടുവെക്ക്. അപ്പൊ നമ്മൾ ഉടുപ്പിയിലേക്ക് വരുമ്പോൾ കനകനകിണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ മറന്നു പോരുത്. കനകദാസൻ എന്ന ഭക്തന് ഭഗവാൻ തുറന്ന ജാലകം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ കനകനകിണ്ടിയിൽ തൊഴണം. ഇതാണ് കനകനകിണ്ടി. കനകനകിണ്ടിയുടെ ഗോപുരമാണ്. ഇവിടെയാണ് ഭഗവാൻ കനകദാസൻ എന്ന ഭക്തന് തുറന്നു കൊടുത്ത ജാലകം. കനകദാസൻ എന്ന ഭക്തന് താന്തജാതിക്കാരനായതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നിട്ട് എന്നും കനകദാസൻ ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കിഴക്കോട്ടായിരുന്നു. ഭഗവാൻ ഒരിക്കൽ കനകദാസന് വേണ്ടി പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ഭിത്തിയിൽ ഒരു വിള്ളൽ വീണു. ആ വിള്ളലിലൂടെ കനകദാസന് വേണ്ടി ഭഗവാൻ ദർശനം നൽകി. പിന്നീട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ജാലകമാക്കി മാറ്റി. അപ്പൊ ഇതാ കനകനകിണ്ടി എന്ന് ഇവിടെ ബോർഡുണ്ട്. അതായത് കനകദാസന് വേണ്ടി ഭഗവാൻ തുറന്ന ജാലകം എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഉടുപ്പി ക്ഷേത്രത്തിലെ പൂജയും ശ്രീകോവിലും ഒക്കെ കാണാൻ കഴിയും. കനകദാസൻ എങ്ങനെയാണോ കണ്ടത് അതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കടകോലും കയറും കയ്യിലേന്തിയ ഉണ്ണിക്കണ്ണനാണ്. അതായത് രുക്മിണി ദേവി തന്റെ കൊട്ടാരത്തിൽ ആരാധിച്ചിരുന്ന സൂക്ഷിച്ചിരുന്ന വിഗ്രഹമായിരുന്നു ഈ കടകോലും കയറുമേന്തിയ ഉണ്ണിക്കണ്ണന്റെ ഈ വിഗ്രഹം. ഇത് പിന്നീട് പ്രളയമൊക്കെ വരുന്ന സമയത്ത് ഒഴുകിപ്പോവാണ്. ദ്വാരക മുങ്ങുന്ന കൂട്ടത്തിൽ ഇതെല്ലാം ഒഴുകിപ്പോവാണ്. പിന്നീട് അത് ഇവിടെ വന്ന് ചേരുകയും ഇവിടുന്ന് അത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഉടുപ്പി ക്ഷേത്രം ഇതല്ല. ഇവിടെ കാണുന്ന ശ്രീ ചന്ദ്രമൗലീശ്വര ക്ഷേത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേവസ്ഥാനം എന്ന് പറയുന്ന ഈ ക്ഷേത്രമാണ്. അതായത് ചന്ദ്രനെ ശിവൻ തിരുജടയിൽ സൂക്ഷിച്ചത് ഇവിടെയാണ്. ചന്ദ്രന്റെ ആഗ്രഹപ്രകാരം എന്നെ തിരുജടയിൽ ഒരു ആഭരണമാക്കി മാറ്റുന്ന ചന്ദ്രൻ പറയുകയും ഇവിടുന്നാണ് ചന്ദ്രനെ ഭഗവാൻ തിരുജടയിൽ ഒരു ആഭരണമാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഉടുക്കളുടെ രാജാവാണ് ചന്ദ്രൻ. ഉടുക്കൾ എന്ന് പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിന്നാണ്, നക്ഷത്രങ്ങളുടെ അധിപൻ. ആ ചന്ദ്രൻ തപസ് ചെയ്ത സ്ഥലം, അതായത് ഉടുക്കളുടെ അധിപൻ തപസ് ചെയ്ത സ്ഥലമാണ് പിന്നീട് ഉടുപ്പിയായത്. ആ ചന്ദ്രൻ തപസ് ചെയ്തത് ഇവിടെ ഒരു ചന്ദ്ര സരോവർ എന്ന് പറയുന്ന ഒരു തടാകത്തിലാണ്. പിന്നീടാണ് ചന്ദ്ര സരോവർ എന്ന് പറഞ്ഞ തടാകമായി മാറുന്നത്. ആദ്യം അതിന് ഒരു തടാകം എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രൻ തപസ് ചെയ്തതിന് ശേഷമാണ് ചന്ദ്ര സരോവർ ആവുന്നത്. അവിടെയാണ് ഇന്ന് ഈ ക്ഷേത്രം ഉള്ളത്, ഈ കാണുന്ന ചന്ദ്ര സരോവർ. അപ്പൊ എന്തിനാണ് ചന്ദ്രനെ മഹേശ്വരന്റെ തിരുജടയിൽ ആഭരണമാക്കി മാറ്റിയതെന്നും അതിന് കാരണം എന്താണെന്നും എന്തിനാണ് ചന്ദ്രൻ ഈ തടാകത്തിൽ വന്ന് തപസ് ചെയ്തതെന്നൊക്കെ ഉള്ള ഒരു വലിയൊരു ഐതിഹ്യ കഥകൾ തന്നെയുണ്ട്. ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നേരെ മറുഭാഗത്ത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ചന്ദ്രമൗലീശ്വര ക്ഷേത്രം. അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ വരണം, കാണണം. ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയുള്ള ആ ലോങ് വീഡിയോയും അതിന്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും കൂടെ അറിഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ ക്ഷേത്ര ദർശനത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മളിപ്പോൾ സാധാരണയായിട്ട് വരുന്ന നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ. കടകോലും കയറും കയ്യിലേന്തിയ ഭഗവാന്റെ വിഗ്രഹമുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം.